നമസ്തേ. നമസ്തേ. അധീന ഭാരതിയെ പ്രത്യേകിച്ച് ഇന്ത്യ ലൈവിൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, സുപരിചിതയാണ്, എല്ലാവർക്കും തന്നെ അറിയാം, ഒരാൾ പോലും അറിയാത്തതുണ്ടാവില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് സനൂഫ് എന്ന് പറയുന്ന ഒരാൾ, അതായത് ഇന്ത്യയെ വിദേശത്തിരുന്ന് ചീത്ത വിളിച്ചിട്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ച ഒരാളുടെ വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളാണ്. അപ്പോൾ അധീനയ്ക്ക് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷം യു എയിലുള്ളവർക്ക്, ഞാൻ ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കുറിപ്പിൽ കണ്ടത്, യു എയിലൊക്കെ ഉള്ള ഈ സുഡാപ്പികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഒരു ചെറിയ പേടിയുണ്ട്, എന്തെങ്കിലും ഇട്ട കമൻറ്റ് പൊക്കി പോലീസ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതൊരു നല്ല പാഠമായിരുന്നു കൊടുത്തത്. ആ പാഠത്തിൻ്റെ ഒരു പേടി അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തോന്നിയതായിരുന്നോ കേസ് കൊടുക്കണമെന്ന്, അതോ ഇത് ഇങ്ങനെ ചെയ്യുന്നവനെന്ന് കൃത്യമായിട്ടൊരു പാഠം അവന് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു? ഇത് നമ്മൾ കാണുന്ന 2025 പഹൽഗാം ഇഷ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മുടെ എല്ലാ രക്തം തിളച്ച് നിൽക്കുന്ന ഒരു ടൈമാണല്ലോ. അത്രയും നമുക്ക് സങ്കടമുള്ള ഒരു ടൈമാണ്. അത്രയും നമ്മൾ മതത്തിന്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങൾ, അത് മലയാളികൾ അടക്കമുള്ള ആളുകൾ മരിച്ചൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ ആ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഓരോ ആളുകൾ ഇങ്ങനെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്യണം. അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 2 കമന്റുകൾക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ്. അതിൽ സനൂഫിൻ്റേത് എനിക്ക് 2-3 പേര് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ചെയ്ത്, ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ട്രിഗറായി. അതായത് അതിനകത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇന്ത്യയെ മറ്റുള്ളവർക്ക് ആർക്കിച്ച് തുപ്പുന്ന ഒരു സമയം വരും. കാശ്മീരിനെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തു, എന്നിട്ട് എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയാണോ ഈ കാഫിറിനെ കൊന്നതെന്ന് ചോദിക്കാം. അതായത് മരണപ്പെട്ടിട്ടുള്ള രാമചന്ദ്രൻ സാർ, അദ്ദേഹത്തിന്റെ മകള് ആരതി രാമചന്ദ്രൻ, അവിടെ നിന്ന് ആ ഒരു വിഷയം കഴിഞ്ഞ് അവര് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ജീവൻ പണയം വെച്ചാണ് അവരുടെ കുട്ടികളെ രക്ഷിച്ച് തിരിച്ച് നാട്ടിലെത്തുന്നത്. അങ്ങനെ നാട്ടിലെത്തി ആദ്യമായിട്ട് മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കുന്ന അവരുടെ ബൈറ്റാണ്, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതാണ്, ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ കൺമുന്നിൽ മരിച്ചത്, ഇങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വളരെ വൈകാരികമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗര എന്നുള്ള നിലയിൽ നമ്മളെ അത്രയേറെ ട്രിഗർ ചെയ്തൊരു സംഭവമാണ്. അത്രയും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ബൈറ്റായിരുന്നു അത്. അപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു കട്ടിംഗ് ആണ് അവരുടെ ബൈറ്റിൻ്റെ. ആ കട്ടിങ്ങിൻ്റെ അടിയിലാണ് ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നത്. അപ്പോൾ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് കൊടുത്തു. നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ആളുടെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കുറച്ച് സമയത്തിനുള്ള ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് പലയിടങ്ങളിലും സെയിം രീതിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള 2 ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് നോക്കുക, നമുക്ക് നേരിട്ട് NIA ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പം അവർക്ക് അങ്ങനെ ഡയറക്റ്റ് ഒരു സൈബർ ക്രൈമിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കമൻറ്റിൻ്റെ പേരിൽ അവർക്ക് ആ കേസ് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ല. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരന്വേഷിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അവനൊരു തീവ്രവാദ ബന്ധമുള്ളതായിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ മാത്രമേ NIAക്ക് കേസ് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അതിൽ വകുപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊടുപുഴ DYSP ഓഫീസിലാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. DYSP ഓഫീസിൽ കൊടുത്തപ്പം അവർ അത് നേരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. മുട്ടം സ്റ്റേഷനിലാണ് ഇത് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ സാറുമാർ ആദ്യ അവസാനം വരെ ഇതിനോട് നല്ല രീതിയിൽ സഹകരിക്കുകയാണ് ചെയ്തത്. അവർ മലപ്പുറത്ത് പോയി, അവൻ്റെ വീട് കണ്ടുപിടിച്ച് മലപ്പുറത്ത് പോയി അവൻ്റെ ഉപ്പയോടും ഉമ്മയോടും സംസാരിച്ചു, അയൽവക്കക്കാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ അവരുടെ വീടിൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ പോയതാണെന്നാണ് ഉപ്പ ഉമ്മ പറഞ്ഞത്. ഞങ്ങളുടെ മോൻ അങ്ങനെ തീവ്രവാദ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ പഴയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാന്നൊക്കെ അവർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവരിച്ചിരി സെൻറ്റിമെൻ്റലായിട്ടാണ് തിരിച്ചു വന്നത്, പോയ പോലീസുകാർ. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളെന്നാൽ ഈ കേസ് വിട്ട് കളഞ്ഞാലോ എന്നുള്ള ഒരു മൈൻഡ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഇതേപോലെ, അതായത് നമുക്ക് ഒരു തരത്തിലും ഇത് വേറൊരാൾ അവൻ്റെ ഫോൺ എടുത്തിട്ടിട്ട കമൻറ്റാന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ അറിയാതെ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് അവൻ കറക്റ്റായിട്ട് അവൻ മറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട കമൻറ്റാണ്. കാരണം അതിനുശേഷം അവനൊരു പശ്ചാത്താപം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. വീണ്ടും അവൻ ഇതേ കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോലീസുകാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല, ഇത് ആളുടെ മൈൻഡ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് ആളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വേറെ അക്കൗണ്ട് തുടങ്ങി. അതിൽ പലസ്തീൻ്റെ പതാകയുള്ള ഒരു ആർമിയുടെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, മൊഹമൊക്കെ മൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിൻ്റെ കുറേ ഖുറാനിൽ നിന്നുള്ള കുറേ കോട്ടിങ്സ് ഒക്കെ ആയിട്ട് പല പല സ്റ്റോറീസ് ഇട്ടിരിക്കുക. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അപ്പോൾ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ജെനുവിൻ കേസാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. 1 വർഷം കഴിഞ്ഞില്ലേ ഇതൊക്കെ കെട്ടടങ്ങി കാണുമെന്നുള്ള ആ കോൺഫിഡൻസിലായിരിക്കും. ആള് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മളെ പലതവണ എന്നെ ട്രിഗർ ചെയ്തിട്ടുണ്ട്.
അതായത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ആൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പോകും. എനിക്ക് വേറെയുള്ള ആളുകൾ ആ സ്ക്രീൻഷോട്ട് കൊണ്ട് തരുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു മലയാളം ന്യൂസിന്റെ അടിയിലും മുഹമ്മദ് സനൂഫിന്റെ കമന്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ടൈം. അവൻ വരുന്നു കാരണം അവനെതിരെ കേസ് കൊടുത്തു എന്ന് അവൻ നന്നായിട്ട് നാണം കെട്ടു എന്ന് അവന് മനസ്സിലായി. അതിന്റെ ഫ്രസ്ട്രേഷൻ പിന്നെയും പിന്നെ ഈ സെയിം കാര്യം തന്നെ പറഞ്ഞു തീർക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എത്ര കേസ് കൊടുത്താലും എൻ്റെ ആശയത്തെ നിങ്ങൾക്ക് ഇല്ലാണ്ടാകാൻ പറ്റില്ല, എന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റിയേക്കും, പക്ഷെ എൻ്റെ കൂടെയുള്ളവർ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല സമാധാനം ഇല്ല. അപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കെട്ടടങ്ങി എന്ന് വിചാരിച്ചായിരിക്കും 1 വർഷത്തിന് ശേഷം ആള് കരിപ്പൂർ വിമാനത്താവളത്തിൽ. ഞാൻ സാറുമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് 3 എയർപോർട്ടും സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ എയർപോർട്ട് പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ ലോക്കൽ പോലീസ് ചെന്നു, അവർ ഹാൻഡ് ഓവർ ചെയ്തു ആളെ. തിരിച്ച് മുട്ടത്തേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാവിലെ 9 മണിക്ക് ശേഷം അവർ ഓപ്പൺ കോർട്ടിൽ ആളെ ഹാജരാക്കി. ഓപ്പൺ കോർട്ടിൽ നിന്നാണ് അവന് 14 ദിവസത്തേക്ക് റിമാൻഡ് എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം അവൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവന് തീർച്ചയായിട്ടും തീവ്രവാദ ബന്ധമുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തി UAPA ചുമത്തി ജയിലിലേക്ക് വിടുകയും ചെയ്യുന്നത്. ഇപ്പോൾ NIA അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം UAPA ചുമത്തിയിട്ടുണ്ടല്ലോ. ഇനി NIAക്ക് വലിയ പാടൊന്നുമില്ല ഇടപെടാനായിട്ട്. NIA ഇടപെട്ട് കഴിഞ്ഞാൽ കേസിന് കുറച്ചുകൂടെ ഒരു ബലം വരും, ഇതിൻ്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിക്കും, രാജ്യത്ത് ആകമാനം ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. ഈ പ്രവണത ഇല്ലാതാക്കാനും അതൊരു വഴി വെക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ ഈ ഒരു ന്യൂസ് കേരളത്തിൽ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ടൈംസിൽ വന്നിട്ടുണ്ട്, ഇന്ത്യ ടുഡേ പോലുള്ള വളരെ മെയിൻ സ്ട്രീമിലുള്ള നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളിലും എല്ലായിടത്തും നാഷണൽ എല്ലാ ചാനലുകളിലും കാര്യങ്ങൾ പോയിട്ടുണ്ട്, റിപ്പോർട്ട് പോയിട്ടുണ്ട്, തമിഴ് ന്യൂസുകളിൽ പോയിട്ടുണ്ട്, കന്നഡ ന്യൂസുകളിൽ പോയിട്ടുണ്ട്. രാജ്യത്തെമ്പാടും ഈ ഒരു കേസ് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഈ ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന് അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു മലയാളി ഇത്രയും കോൺഫിഡൻറ്റോടു കൂടി ഇത്രയും ഒരു സാധനം എഴുതിയിടുകയാണ്. ഇപ്പോഴും മീഡിയ വണ്ണിന്റെ കണ്ണിൽ ഇതൊരു മതസ്പർദ്ധ വളർത്തുന്ന കമന്റാണ് കേട്ടോ. രാജ്യദ്രോഹ കുറ്റമല്ല, ദേശവിരുദ്ധ കമന്റും അല്ല, മതസ്പർദ്ധ വളർത്തുന്ന കമന്റാണ് ഇത്. ആ ന്യൂസിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കണ്ടാൽ അതൊരു ഹബ്ബാണ്. അതായത് ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ഒറിജിനൽ ഐഡിയിൽ നിന്ന് വന്ന അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുടെ ഹബ്ബാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇതുപോലെ മൈൻഡുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട്. അതായത് UAEയിലാണ് പ്രധാനം. UAE, സൗദി അതുപോലുള്ള രാജ്യങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ പരിപാടികൾ കൂടുതലും ആൾക്കാർ നടത്തുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ നമ്മൾ ഇഷ്ടം പോലെ കേരളത്തിൽ കണ്ടു. പക്ഷേ അതിനകത്തൊന്നും ഈ പറയുന്ന ഇസ്രായേലിനെയും അമേരിക്കയും ചീത്ത വിളിക്കുന്നത് കൊണ്ട് നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും. പക്ഷേ ഈ പറയുന്ന ഇറാനെ പിന്തുണയ്ക്കുന്ന സൗദിയിലിരുന്നവന്മാരെല്ലാം ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. അതായത് സൗദി സർക്കാർ തന്നെ ഇറാനിലേക്ക് പണം അയച്ച UP സ്വദേശികൾ 2 സഹോദരങ്ങൾ ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൗദി കൃത്യമായിട്ട് കർശനമായിട്ട് ആ നിയമം നടപ്പിലാക്കും. ഇവിടെ എന്തും പറയാമെന്നൊരു മിഥ്യാധാരണ മനസ്സിലുണ്ട്. അതായത് ഭാരതത്തിലെ നിയമങ്ങളൊക്കെ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ പറ്റും, വലയുടെ ഇടയിൽ ചില നോണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണ കൂടി പൊളിച്ചിട്ടുണ്ട്. ഇനി വിമാനം ഇറങ്ങുന്ന ഓരോ സുഡാപ്പിയും ഒന്ന് ഭയക്കുമല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരിതെല്ലാം പറയുന്നത് ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഒരുപക്ഷെ അതിന്റെ പ്രത്യാഘാതത്തെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രമേൽ വൈകാര്യം അവന്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. പക്ഷെ വളരെ ക്രൂക്കട്ട് മൈൻഡുള്ള വേറെ കുറേ ആളുകളുണ്ട്. ഇതേ സെയിം മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. അവർക്കറിയാം ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ആയിട്ട് പറയാതെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നമ്മുടെ ചുറ്റിനൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രവർത്തനം ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്, അതിന് അഭിനന്ദനങ്ങൾ. ഒപ്പം ഇതൊരു പാഠമാവട്ടെ ഇത്തരം സുഡാപ്പികൾക്കൊക്കെ. ഒന്ന് ഇപ്പോൾ UAEയിൽ പേടിച്ചിരിക്കുന്നവന്മാർ കുറച്ചുകൂടെ ഒന്ന് പേടിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള
നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.